ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അത് ഇങ്ങനെ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രാവൽ കാണുന്നുണ്ട്. ഇപ്പോൾ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ ഒരു ട്രാവൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു ഡ്രസ് ബിസിനസ്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ബിസിനസ്സാവാം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചാളുകൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളതിന് ഇവിടെ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നും ഇതിൽ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അത് ഈസിയാക്കി തരുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം അത് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ ഈസിയാക്കി തരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സക്സസിൻ്റെ ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ സാധ്യതകളുടെ ഒരു വലിയ വാതിൽ തുറക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും തരത്തിൽ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് നിങ്ങളുടെ സമയമാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള, നിങ്ങളുടെ സത്യത്തിനും നിങ്ങളുടെ നന്മയ്ക്കുമുള്ള ഫലമൊക്കെ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് ചില ആൾക്കാർക്ക് ഒരു സ്ഥലം വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ഥലം വിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സമയം നല്ലതായിരിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുമെന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ ഇതെനിക്ക് സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുമൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്ത് തീർക്കുക എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേയധികം ജോലികളുണ്ടെങ്കിൽ ഇതെവിടെ നിന്ന് തുടങ്ങും, അല്ലെങ്കിൽ എപ്പോൾ തീരും, അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ ചെയ്യും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ഇത് തുടങ്ങി വയ്ക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് തീർക്കാൻ പറ്റും,
അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത്, അങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് എൻജോയ് ചെയ്ത് ഈ സമയം വർക്ക് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളുകൾ കൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് പഠിക്കാനുള്ള ചില അവസരങ്ങളും വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇവിടെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അങ്ങനെ ചെയ്യുക. കാരണം നിങ്ങൾ ഈ സമയം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനൊക്കെ എഴുതി വയ്ക്കുക. നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യത്തെ പ്രപഞ്ചം നടത്തിത്തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണമെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ മാറുന്നതിന് ഇതെല്ലാം നമ്മൾ എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ഇരിക്കുന്നുവോ അത്രമാത്രം ഇതെല്ലാം ജീവിതത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു മാജിക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള കഴിവുകളും ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലൊരു മാജിക്ക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളിലെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ്. പിന്നെ ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് വഴി കാണിക്കുന്നതിനായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രകാശം ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്ന ആ ഒരു സോള് നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആ ഒരു വഴി കാണിക്കുന്നുണ്ട് എന്നാണ്. അത് നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മാർഗം നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങളിലേക്ക് അത് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ വന്നു തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ കുറച്ച് ആളുകൾക്ക് ഈ സമയം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനൊക്കെ തോന്നുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യൂല. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ മൈൻഡഡായിട്ട് ഈ ഒരു സമയം തീരുമാനങ്ങൾ എടുക്കണം എന്നാണ്. ആരുടെയും കൂടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. അതായത് തെറ്റേതാണ് ശരി ഏതാണ് എന്ന് കണ്ട് മാത്രം ഈ സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഈ ഒരു സമയം സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക. വ്യക്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾ മനസ്സുകൊണ്ടാണ്, അല്ലാതെ പുറത്ത് നിങ്ങളത് കാണിക്കാൻ ഇവിടെ സാധ്യതയില്ല എന്നുള്ളതാണ്.
കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ കാര്യത്തിലും അതിൻ്റെ ആ ഒരു തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താൻ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ നിങ്ങൾ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നു എന്നാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം കൂടുതലായിരിക്കും. എന്തു വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവും. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ശരിക്കും ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്, ഒരു യങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവും. എല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ഇവിടെ വേഗത്തിലെത്തുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വേഗത്തിൽ വന്നെത്തുന്ന ഒരു എനർജിയും ഉണ്ട്. മാത്രമല്ല ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയും ഒക്കെ തരുന്ന ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ ആരംഭിക്കുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു കോളോ മെസ്സേജിനോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസൊക്കെ നിങ്ങൾ എൻഡാക്കി ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയനൊക്കെ ഉണ്ടാകുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നുവെങ്കിൽ ആ ഒരു കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോകണം, അവിടെ നിങ്ങൾ നിലനിൽക്കണം എന്നാണ്. അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയണം എന്നാണ് ഇവിടെ ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ വളരെ സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ആവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ്. അതൊരു വിവാഹമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റേതെങ്കിലും ചടങ്ങുകളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊപ്പം പുറത്തു പോയി എൻജോയ് ചെയ്യുന്നതാവാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിയർ വിഷനാണ്.
പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും എന്നാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് എത്തേണ്ടിയിടത്ത് എത്തും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ ആ ഒരു കാര്യം കൃത്യമായിട്ടും നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ബ്രില്യൻ്റ് ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യമായാലും നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എനർജി ഈ സമയം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ തീർച്ചയായും നിങ്ങളെക്കൊണ്ട് ഈ ഒരു സമയം സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനും പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാനൊരു പ്രേരണയൊക്കെ കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട്. അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അധികാരമൊക്കെ നിങ്ങളിവിടെ തിരിച്ചു പിടിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഇതിൽ കൗൺസിലർമാരാണെന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഒരു പ്രൊഫഷനായി തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹീലിങ്ങും നിങ്ങൾക്കൊരു പ്രൊഫഷനായി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ വലിയ സ്വപ്നങ്ങൾ ഇവിടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കുവാൻ കഴിവുള്ള ആൾക്കാരാണ് തീർച്ചയായും അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു സ്വപ്നങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഇപ്പോൾ മോശം സാഹചര്യമാണെങ്കിലും അതൊക്കെ മറികടന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താലും അതല്ലാന്നുണ്ടെങ്കിൽ അവർ വിമർശിച്ചാലും നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അതിലൊരു ആക്ഷൻ എടുക്കാതിരിക്കുക എന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സെൻസിബിളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുന്നത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് നമ്മളിൽ മാറ്റം കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനമായിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മളിൽ മാറ്റം കൊണ്ടുവരാനുണ്ട് എന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പോസിറ്റീവായ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുവാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. പിന്നെ ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യം അനുകൂലമായി വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും എന്നാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുക. മാത്രമല്ല നമ്മുടെ ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷൻ ഒന്ന് ഉയർത്തി വയ്ക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് ചിന്തിച്ച്, നഷ്ടപ്പെട്ടു പോയ പൈസ ചിന്തിച്ച്, അല്ലെങ്കിൽ
നിങ്ങളെ വിട്ടുപോയ ആൾക്കാരെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കാതെ നമ്മളുടെ വൈബ്രേഷൻ ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളിലേക്ക് അത്ഭുതം പോലെ വന്നു ചേരും എന്നാണ്. അതിൽ സംശയമൊന്നും വേണ്ട. ഇതിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല, കുറേ ഡിലേ ആയ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. 8 ഓഫ് വാൻസ് ഉണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഒരു വണ്ടി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മേടിക്കാനുള്ളൊരു പ്ലാനിങ് ഈ ഒരു സമയം നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പല കാര്യങ്ങളും ഇവിടെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയാണ്. ചിലപ്പോൾ അതൊരു ബിസിനസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ തുടങ്ങി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ പുതിയതായിട്ട് വന്നത് അത് തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹം വന്നിട്ട് അത് ഫിക്സ് ചെയ്യണോ വേണ്ടയോ എന്നാലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോങ് ടൈം ആയിട്ടുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ കുറേ ചോയ്സസ് ഉണ്ടാകും എന്നാണ്. അതിലേറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിലെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിലില്ല. ഇതിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ്. ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കണം എന്നാണ് കാണുന്നത്. കുറേയധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാവാം. ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരിക്കും, ഇങ്ങനെയൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരു പടി മേലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് കുറേ അവസരങ്ങൾ വന്നെത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.